കയ്യൊപ്പ്. എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദുമായി അദ്ദേഹത്തിന്റെ ശിഷ്യനും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ സോഷ്യോളജി സ്കൂൾ ഡയറക്ടറും കൂടിയായ ഡോക്ടർ KS ഹക്കീം നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ശ്രോതാക്കൾ കഴിഞ്ഞ ആഴ്ചകളിലെ കയ്യൊപ്പിൽ കേട്ടിരിക്കുമല്ലോ. ഈ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. പൂവും പുഴയും കൂട്ടക്ഷരം പ്രണയസഞ്ചാരത്തിൽ ചെറിയ ചെറിയ മീനുകളും വലിയ മത്സ്യങ്ങളും, തള്ളക്കുരങ്ങും പുള്ളിപ്പുലിയും, S10000, നീലത്തടാകത്തിലെ നിധി, കുട്ടിപ്പട്ടാളത്തിന്റെ കേരള പര്യടനം തുടങ്ങി ഒട്ടേറെ കൃതികൾ ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദിന്റേതായുണ്ട്. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്കായി വിവാഹത്തിന്റെ മാനസികവും സാമൂഹികവും ശാരീരികവുമായ ശാസ്ത്രീയ പഠനങ്ങൾ അറിയാനായി രചിച്ച വൈവാഹികമാണ് ഇദ്ദേഹത്തിന്റെ പുതിയ പുസ്തകം. കേൾക്കാം ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദിന്റെ ജീവിതാനുഭവങ്ങൾ. താങ്കളുടെ നോവലുകൾ പ്രത്യേകിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗവും അതിൻ്റെ ഒരു തീമെല്ലാം പരിശോധിക്കുമ്പോൾ ഒന്നുകിൽ സാമൂഹ്യ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ചരിത്രത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള രചനകളാണ്, അല്ലെങ്കിൽ ജീവചരിത്ര സ്വഭാവമുള്ള ആഖ്യാനങ്ങളായിട്ടുമാണ് വായനക്കാർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ S10000 എന്ന് പറയുന്ന നോവലിലും ഹാർമോണിയത്തിലും ഈ രണ്ടിലും നേരത്തെ സൂചിപ്പിച്ച സാമൂഹ്യ ചരിത്ര, ഹാർമോണിയത്തിൽ ജീവചരിത്ര സ്വഭാവമുള്ള ആഖ്യാനങ്ങളാണ് കാണുന്നതെങ്കിൽ S10000 സാമൂഹ്യ ചരിത്രത്തിൻ്റെ, സോഷ്യൽ ഹിസ്റ്ററിയുടെ എലമെൻ്റാണ് കൂടുതൽ കാണാൻ പറ്റുക. എന്നാൽ കഥകളിലേക്ക് വരുമ്പോൾ, നോവലുകളിൽ നിന്ന് NP ഹാഫിസ് മുഹമ്മദിൻ്റെ കഥകളിലേക്ക് വരുമ്പോൾ ആ പാറ്റേൺ താങ്കൾ പിന്തുടരാറില്ല എന്നാണ് തോന്നുന്നത്. അതൊരു വ്യക്തിപരമായ അഭിപ്രായമാണ്. പകരം അവിടെ എന്തെങ്കിലും സംഭവങ്ങൾ, ഇവൻറ്റുകൾ, അതുപോലെ അല്ലെങ്കിൽ ആശയങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റിയാണ് താങ്കൾ കഥകൾ വികസിപ്പിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആ ഒരു രചനാതന്ത്രത്തെ പറ്റിയുള്ള എന്തെങ്കിലും വിപുലീകരണങ്ങൾ താങ്കൾക്ക് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുണ്ടോ? ചെറുകഥ എഴുതുന്നത് ഒരു ജലഗണിക സാഗര വർണ്ണലയ്ക്കുന്ന തിരമാലകളുടെ കൂട്ടത്തിൽ ഒന്ന് തെറിപ്പിക്കുന്ന ഒരു ജലഗണിക എന്നാണ് MT വാസുദേവൻ നായർ ഇതിനെക്കുറിച്ചിട്ട് കാതികൻ്റെ പണിപ്പുരയിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു കൊച്ചനുഭവം, ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു വാചകം, ചുരണ്ടാനല്ലടാ നീ പോണത് എന്ന് ചോദിച്ചിട്ടുള്ള ആ ഒറ്റ വാചകമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനെ വിപുലീകരിപ്പിക്കാനോ ആവശ്യമായ തരത്തിലുള്ള കഥയുടെ ചുറ്റുവട്ടം ഉണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നത്. അതിൽ സുഘടിതമായ അനേകം കഥാപാത്രങ്ങളോ ആയിരക്കണക്കിന് കഥാപാത്രങ്ങളോ ചുറ്റുവട്ടങ്ങളോ ഒന്നും കഥയിൽ, ചെറുകഥയിൽ സാധ്യമല്ല താനുമുള്ളത്. പക്ഷേ സാമൂഹികമായിരിക്കുന്ന ഒരു സംഭവത്തെയാണ് ഞാൻ കഥയായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. 2 കഥകളുണ്ട്. ആ നിൽക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്ന കഥ, അത് ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആളുകൾ ബലാത്സംഗം ചെയ്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയെ പറ്റി എഴുതിയിട്ടുള്ള കഥയാണ്. വാർത്തയിൽ നിന്ന് കിട്ടിയതാണെന്നുള്ളത്. ആ നിൽക്കുന്ന സ്ത്രീ. ഈ നിൽക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോയി പണമൊക്കെ ആയപ്പോൾ ഭാര്യയെ ഉപേക്ഷിക്കുന്നു. ആ ഭാര്യ നടത്തുന്ന നീതിയുദ്ധത്തിൽ ഉള്ള, എന്നിട്ട് വക്കീലന്മാരും ശാരീരികമായ പീഡനങ്ങൾ നടത്തുന്ന കഥയാണ് ഈ നിൽക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞ്. ഇവിടെയൊക്കെയും തന്നെയും സാമൂഹികമായ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന ചില കാര്യങ്ങളെ വിമർശിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ എൻ്റെ രീതിയിലാണത് ചെയ്യാറുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കഥയെഴുത്തിൽ എനിക്ക് പിന്തുടരാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, ഓരോരോ കഥയും ഓരോരോ ആഖ്യാന ആകുക എന്നുള്ളതാണ്. പ്രയാസകരമാണത്. നമ്മുടെ ശീലങ്ങൾ പലപ്പോഴും പിന്തുടരുന്നുണ്ടാകും, നമ്മളുടെ രീതിശാസ്ത്രങ്ങൾ പിന്തുടരുന്നുണ്ടാകും. എന്നാലും ഈ ഫലൂദ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ട്, ഫ്രൂട്ട് സലാഡിൽ നിന്നും ഫ്രൂട്ട് സലാഡ് വിട്ടു നിൽക്കുന്നുണ്ട് ഐസ് കണ്ടിയിൽ നിന്നും എന്നുള്ളത് ബോധപൂർവം തന്നെ ഒരു കഥയ്ക്ക് ചേർന്ന ഭാഷയും ആഖ്യാനവും ആകണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ശ്രമിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. നോവലാകട്ടെ വളരെ കാലമായിട്ട് കൊണ്ടു നടക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് അതെടുത്തിട്ട് പൊടി തട്ടിയിട്ട് തലച്ചോറിലിട്ടിട്ടൊന്നും അതിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തുന്ന
എന്നിട്ട് എഴുതാനുള്ള ശ്രമം നടത്തുന്നതാണ്. ഉപേക്ഷിക്കപ്പെട്ട നോവലുകളാണ് കൂടുതലുള്ളത്, അല്ലെങ്കിൽ നിർത്തി എഴുതി വെക്കപ്പെട്ട നോവലുകളാണ് കൂടുതലുള്ളത്. ഞാൻ ആദ്യത്തെ നോവൽ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കുട്ടികൾക്കെഴുതിയ നോവലുകൾ മാറ്റിവെച്ചാൽ ആദ്യത്തെ നോവൽ എന്നുള്ള നിലയ്ക്ക് എഴുതാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഹാർമോണിയമായിരുന്നു. പേരിട്ടിട്ടില്ല അന്ന്. ബാബുരാജിൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതണം എന്നുള്ളത് വെച്ചിട്ട് 2012 മുതൽ ഞാൻ അതിൻ്റെ ശ്രമം നടത്തിയിട്ടുണ്ട്. 9 ചാപ്റ്റർ എഴുതി കഴിഞ്ഞിട്ട് അത് നിന്നുപോയി. ഒരു ബ്ലോക്ക് വന്നു. പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഒരു 1.5 പേജുള്ള ജീവചരിത്രം മാത്രം തരുന്ന ഒരു ജീവിതമാണ് ബാബുരാജിൻ്റെത്. എന്നാലോ 57 വയസ്സിനുള്ളിൽ സംഗീത ലോകത്തെ ഒരു സാമ്രാട്ട് ചക്രവർത്തിയായിട്ട് മാറിയിട്ടുള്ള ആളുമാണ്. അതിനെയും ഹാർമോണിയത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ആഖ്യാന രീതി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ശ്രമം ഉള്ളത്. ഹാർമോണിയത്തിലെ ആദ്യത്തെ സീനിൽ തന്നെ മരിച്ച ബാബുരാജിനെ ഇൻ്റർവ്യൂ നടത്താൻ പോകുന്ന ഹാഫിസാണ് ഉള്ളത്. അപ്പോൾ അത് ഒരു ബയോഗ്രഫിക്കൽ സാധനമാകണം, പക്ഷെ ബയോഗ്രഫിക്കൽ ആദിമത്യാന്തമുള്ള ഒരു സാധനമല്ല എന്നുള്ളത്, അതിൻ്റെ തീമുമായിട്ട് ചേരണം എന്നുള്ളത്. ഹാർമോണിയം ഇതിലൊരു പ്രധാന കഥാപാത്രമാണ്. യൗവനകാലത്ത് ഒരു സമ്പന്നൻ ദാനം ചെയ്തിട്ടുള്ള ഹാർമോണിയം, അല്ലെങ്കിൽ പിന്നീട് വാപ്പയെ കാണാൻ പോയപ്പോൾ വാപ്പ കൊടുത്തു എന്ന് കരുതുന്ന ഒരു ഹാർമോണിയം. അദ്ദേഹത്തിൻ്റെ വാപ്പ ഒരു പാട്ടുകാരനായിരുന്നു, കൽക്കത്തയ്ക്ക് മടങ്ങിപ്പോയി എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഹാർമോണിയത്തിൽ ഒരു കട്ടയിൽ അമർത്തുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകും, വേറൊരു കട്ടയിൽ അമർത്തുമ്പോൾ വേറൊരു ശബ്ദം ഉണ്ടാകും. ഇതിൻ്റെ അധ്യായങ്ങളിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ ഓരോരോ കട്ടയിലെന്ന വിധം വന്നു പോകുന്നു. മുഴുത്ത കഥാപാത്രങ്ങൾ അതിൽ ബാബുരാജ് മാത്രമേ ഉള്ളൂ, മറ്റൊരു കഥാപാത്രവും ഇല്ല എന്നുള്ള ആഖ്യാന രീതിയാണ് അതിനെടുത്തിട്ടുള്ളത്. S.പതിനായിരം അതല്ല. S.പതിനായിരം ഞാൻ ജനിച്ചു വളർന്ന, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള തെക്കേപ്പുറത്തിൻ്റെ കഥയാണ്. തെക്കേപ്പുറത്ത് ജനിച്ചു വളർന്ന എൻ്റെ ഒരു 1.5 കൊല്ലക്കാലത്തിനിടയ്ക്കുള്ള കൗമാര അനുഭവങ്ങളാണ് അതിൻ്റെ അകത്ത് വിഷയീഭവിച്ചിട്ടുള്ളത്. അതിൽ ആ പ്രദേശത്തിൻ്റെ സാമൂഹിക ചരിത്രം, ആ പ്രദേശത്തിൻ്റെ പുരാവൃത്തങ്ങൾ ഒക്കെയും തന്നെ അത് ചേർത്തിട്ടുണ്ട്. അവിടെ ചേർന്നിട്ടുണ്ട്. അപ്പവാണിപ്പം പള്ളിയിലുള്ള ഒരു സൂഫി വര്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, സ്വന്തം ജന്മദേശത്തേക്ക് തിരിച്ചു വരാൻ വന്നപ്പോൾ, മരിച്ചു കഴിഞ്ഞപ്പോൾ കടലിൻ്റെ പുറത്തുള്ളൊരു ശവമായിട്ട് വന്നിട്ട്, മയ്യത്തായിട്ട് വന്നിട്ട് അറബിക്കടലിൽ വന്നു, കോഴിക്കോട്ട് വന്നു. പലരും പോയിട്ട് കിട്ടിയില്ല, ഇടിയങ്ങരക്കാർ പോയപ്പോൾ കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള പുരാവൃത്തങ്ങളുണ്ട്. ആ പുരാവൃത്തങ്ങൾ കോഴിക്കോട് കടൽ തീരത്ത് അടിഞ്ഞൊരു തിമിംഗലത്തിലൂടെ യൂസുഫ് നബിയുടെ തിമിംഗലം തിന്നിട്ടുള്ളൊരു പുരാവൃത്തമുണ്ട്. ഇങ്ങനെയുള്ള പുരാവൃത്തങ്ങളുമൊക്കെയും നമുക്ക് എവിടെ ചരിത്രം ഇല്ലാതാകുന്നുവോ, എവിടെ ചരിത്രം അവശേഷിക്കുന്നുവോ, അവിടെ നിന്ന് എഴുതാൻ പറ്റുന്ന ഒന്നൊരു ശ്രമം എന്നുള്ള നിലക്കാണ് ഞാൻ S.പതിനായിരവും ഹാർമോണിയവും എഴുതിയിട്ടുള്ളത്. ഇല്ലാത്ത ചരിത്രത്തെ ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു ഹാർമോണിയം. ഉള്ള ചരിത്രത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടാണ് S.പതിനായിരം എഴുതിയിട്ടുള്ളത്. ഇനി താങ്കളോട് പങ്കുവെക്കാനുള്ളൊരു ചോദ്യമല്ല, ഒരു 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 പ്രതികരണം എന്നുള്ള ഒരു അഭിപ്രായം എന്ന രീതിയിൽ മാത്രം താങ്കൾ അതിനെ കണ്ടാൽ മതി. ഡോക്ടർ N.P. ഹാഫിസ് മുഹമ്മദ് എന്ന സോഷ്യോളജിസ്റ്റ് കേരളീയ സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിന്, അക്കാദമിക ലോകത്തിന് നൽകിയ സംഭാവനകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സാഹിത്യരംഗത്തുള്ള സംഭാവനകളാണ് ഏറിയ പങ്കുമെന്ന് കാണാൻ പറ്റും. അക്കാദമിക രംഗത്ത് താങ്കൾ നൽകിയിട്ടുള്ള സംഭാവനകൾ വലിയൊരു പങ്കും സെമി അക്കാഡമിക് സ്വഭാവമുള്ള എഴുത്തുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ സാഹിത്യത്തിലൂടെ താങ്കൾ തീർച്ചയായിട്ടും ഒരു സമൂഹശാസ്ത്രജ്ഞൻ, ഒരു സോഷ്യോളജിസ്റ്റ് നിർവഹിക്കേണ്ട ധർമ്മം കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഏർപ്പെടുന്ന ആളുകളുടെ അഭിപ്രായം. താങ്കളത് സർഗാത്മക രീതിയിൽ അതിനെ അടയാളപ്പെടുത്തി എന്ന് മാത്രം. കാരണം S.പതിനായിരത്തിൽ തീർച്ചയായിട്ടും മരുമക്കത്തായത്തിൻ്റെ താങ്കൾ ജീവിച്ച ഒരു എത്നോഗ്രാഫിക് സ്വഭാവമുള്ളൊരു നോവലാണ്. എത്നോഗ്രാഫിയുടെ രീതിശാസ്ത്രമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയൊരു നോവലാണ് S.പതിനായിരം. ബാബുരാജിൻ്റെ കൃതിയാണെങ്കിലും ഒരു ആത്മകഥ, ജീവിതകഥ സ്വഭാവമുള്ള ദത്തങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു സമൂഹശാസ്ത്രജ്ഞൻ എങ്ങനെയാണോ തൻ്റെ വായനക്കാരെ, തൻ്റെ വിദ്യാർത്ഥികളെ ഗവേഷണം നടത്താൻ, പഠനം നടത്താൻ സഹായിക്കുന്ന അതേ തരത്തിലുള്ള ധർമ്മം മറ്റൊരു മാധ്യമത്തിലൂടെ താങ്കൾ ഫലപ്രദമായിട്ട് തന്നെ നിർവഹിച്ചു എന്ന് തന്നെയാണ് പൊതുവെയുള്ളൊരു വാദം. അതിനോട് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുണ്ടോ? വായനക്കാരെ അങ്ങനെയുള്ളൊരു പ്രതികരണം നൽകുന്നത് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എഴുത്തിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു വായനക്കാരനോ വായനക്കാരിയോ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എഴുതാനുള്ള പ്രേരണ നൽകുന്നത്. വളരെ വിനയത്തോടെ പറയട്ടെ,
ഞാൻ എഴുത്തിനെ ഗൗരവത്തിലെടുത്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. പ്രത്യേകിച്ച് കഥയെഴുത്ത്, നോവലെഴുത്ത്, ബാലസാഹിത്യ രചന നടത്തുന്നത്. ബാലസാഹിത്യ രചനയെ പറ്റിയിട്ട് എനിക്ക് പറയാനുണ്ട്. ബാലസാഹിത്യ രചന എഴുതുന്നതിൽ നമ്മുടെ പുകൾപെറ്റ എഴുത്തുകാരിൽ പലർക്കും അത് മടിയുണ്ട്. അതൊരു മെച്ചപ്പെട്ട ഏർപ്പാടല്ല എന്നുള്ളതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ബാലസാഹിത്യ രചന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സർഗശേഷിയുടെ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഞാൻ എഴുതിയിട്ടുള്ള ബാലസാഹിത്യ രചനകൾ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പുസ്തകം മറ്റൊരു പുസ്തകത്തിന് അതിൻ്റെ രീതിശാസ്ത്രത്തിൽ പോലും എഴുത്തിൻ്റെ മട്ടിൽ പോലും വേറിട്ട് നിൽക്കുന്നതാണ് എന്നുള്ളത്. കുട്ടിപ്പട്ടാളത്തിൻ്റെ കേരള പര്യടനവും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡും കിട്ടിയിട്ടുള്ള ഗ്രന്ഥമാണ്. അത് കുട്ടികൾ തന്നെ പ്രോആക്റ്റീവായിട്ട് മുന്നോട്ട് വന്നിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം അന്വേഷിക്കുന്നതാണ്. ഹക്കീം കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അത് എഴുതി തീർക്കുന്നതുള്ളത്. എന്നെ കേരളത്തിലുള്ള രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടുള്ളൊരു അധ്യായം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തെക്കുറിച്ചിട്ടുള്ളത് ഞാൻ ഹക്കീമിനോട് പലവട്ടം ചർച്ച ചെയ്തിട്ടാണ് ആ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. അത് ഓരോരോ ചാപ്റ്ററും ഓരോരോ രീതിയും, കത്തെഴുത്തിലാണ് ഒരു ചാപ്റ്റർ അതിൻ്റെ അകത്തുള്ളത്, സ്കിറ്റായിട്ടാണ് വേറൊരു ചാപ്റ്റർ. അധ്യാപനത്തിൻ്റെ വിവിധ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് കുട്ടിപ്പട്ടാളത്തിൻ്റെ കേരള പര്യടനം എന്നുള്ളത്. തള്ളക്കുരങ്ങും പുള്ളിപ്പുലിയും എൻ്റെ ആദ്യത്തെ കൃതിയാണ്. എനിക്കിപ്പോഴും പ്രിയപ്പെട്ട ഒരു കൃതിയാണത്. അത് മകൾക്ക് പറഞ്ഞു കൊടുത്ത കഥ വളർത്തി വലുതാക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ സാഹിത്യത്തെ ഗൗരവത്തിലെടുക്കുന്ന ആളാണ് ബാലസാഹിത്യ രചന നടത്തുമ്പോൾ പോലും എന്നുള്ളത്. ബാലസാഹിത്യ രചന എനിക്ക് കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കാനും കാരണമായിട്ടുണ്ട്. അപ്പോൾ എഴുതുന്നത്, എഴുത്തുകാരനെ വിലയിരുത്തുന്നത് ഒരു പ്രിയപ്പെട്ട കാര്യം തന്നെയാണ്. അതറിയുക എന്നുള്ളത് വായന പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ അത് മനസ്സിലാക്കാനും പറയുന്നത്. ഞാൻ എഴുതിയ രചനയെ വായനക്കാർക്ക് വിട്ടുകൊടുക്കുന്ന ആളാണ്. എന്തും പറയാം, എന്തും ചെയ്യാം. രചന ബാക്കിയാകുന്നു, എഴുത്തുകാരൻ മരിച്ചു പോകുന്നു. നമ്മുടെ സമൂഹശാസ്ത്രം നമ്മളോട് പറയുന്നു. തീർച്ചയായിട്ടും ബാലസാഹിത്യം എന്നുള്ളത് തികച്ചും വേറിട്ടൊരു മേഖല തന്നെയാണ്. സാറ് താങ്കളുടെ ഈ സംഭാഷണത്തിൽ പറഞ്ഞ പോലെ തന്നെ പേര് കേട്ട പല എഴുത്തുകാരും മുതിർന്ന വായനക്കാർക്ക് വേണ്ടി എഴുതുന്ന ആളുകൾ കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ മുതിരാറില്ല. അതിന് തീർച്ചയായിട്ടും ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് ഒരു അപവാദമാണ്. അതോടൊപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം, താങ്കളുടെ വളരെ സ്വകാര്യമായ ഒരു കാര്യം ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. ചിത്രകലയിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പലപ്പോഴും ആ ഒരു കൃത്യം താങ്കൾ സ്വകാര്യമായിട്ട് വെക്കാറാണ് പതിവെന്ന് കേട്ടിട്ടുണ്ട്. ആ മേഖലയിൽ നല്ല വരകൾ വളരെ കൃത്യമായിട്ട് ചിത്രകലയിൽ കഴിവ് തെളിയിച്ച ഒരാൾ എന്ന നിലയിൽ എന്നിട്ടും താങ്കൾ ആ മേഖലയിൽ സജീവമാകാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ചിത്രം വര പഠിക്കാനായിരുന്നു ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞല്ലോ, നടക്കാതെ പോയി. പക്ഷെ എൻ്റെ ഉള്ളിൽ ചിത്രം വര ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ജില്ലാടിസ്ഥാനത്തിൽ ചിത്രരചനയിൽ സമ്മാനം നേടിയ സന്തോഷം കൊണ്ട് നടക്കുന്ന ആളാണ്. പക്ഷേ ചിത്രരചനയെ എനിക്ക് ഒരു ജോലിയാക്കാനോ അല്ലെങ്കിൽ സാമ്പത്തികമായ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായ മേഖലയായിട്ട് കാണുന്നില്ല. അത് വരക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം എനിക്ക് പ്രധാനപ്പെട്ടതാണ്. ഞാൻ യാത്ര നടത്തുമ്പോഴൊക്കെയും തന്നെ ഈ രേഖാചിത്രം വരയ്ക്കാറുണ്ട്, കഴിയാവുന്നത്ര വരയ്ക്കാറുണ്ട്. അത് എനിക്ക് തരുന്ന സന്തോഷം ചില്ലറയല്ല. എന്തോ അതിന് ഞാൻ ഇതുവരെ ഒരു ഓൺലൈൻ ഷോ നടത്തിയിട്ടില്ല ചിത്രത്തിലുള്ള. പലപ്പോഴും പലരും കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് നടത്തിയിട്ടില്ല, പ്രദർശനമായിട്ട് നടത്തിയിട്ടില്ല. പെയിൻറ്റിങ്ങും ചെയ്യാറുണ്ട് എങ്കിൽ തന്നെയും ഉള്ളത് എന്തോ അതെൻ്റെ ഒരു സ്വകാര്യ സമ്പാദ്യമായിട്ടോ സ്വകാര്യ സന്തോഷമായിട്ടോ ചിലപ്പോൾ സ്വകാര്യ ദുഃഖമായിട്ടോ തന്നെ നിലകൊള്ളുന്നതാണ് കാണുന്നത് ചിത്രരചനയുമായി ബന്ധപ്പെട്ട്. ഇനി നമുക്ക് നമ്മുടെ അഭിമുഖത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് അല്ലെങ്കിൽ NP ഹാഫിസ് മുഹമ്മദ് എന്ന എഴുത്തുകാരൻ്റെ പേര് കേൾക്കുമ്പോൾ ഇന്നും പുതിയ കാലഘട്ടത്തിലും വലിയൊരു ശതമാനം ആളുകളും ബന്ധിപ്പിക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് NP മുഹമ്മദ് എന്ന പിതാവിൻ്റെ മകൻ എന്ന നിലയിലുള്ള ഒരു അസ്തിത്വമാണ്. പിതാവിൻ്റെ ലെഗസി എങ്ങനെയാണ് ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് എന്ന എഴുത്തുകാരനെ, ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് എന്ന സോഷ്യോളജിസ്റ്റിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്? ഉപ്പ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു വെല്ലുവിളിയായിരുന്നു. ഉപ്പ പറഞ്ഞു തന്നിട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടാകുക എന്ന് കരുതുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. പക്ഷേ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള
ഒരു എഴുത്തുകാരനുമാണ് NP മുഹമ്മദ്. എങ്ങനെ എഴുതുന്നു, എന്തെഴുതുന്നു എന്നുള്ളതൊക്കെയും തന്നെയും ഒരു പാഠശാലയിലെന്ന വിധം, ഒരു ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഭാഗമായെന്ന വിധം കാണാനും മനസ്സിലാക്കാനും സ്വാംശീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ ഒരു വെല്ലുവിളിയായത് സന്തോഷത്തോടു കൂടി ഞാൻ ആലോചിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ എനിക്ക് പകുത്തു തരാൻ ഉപ്പയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഉപ്പയോടൊപ്പമുള്ള യാത്രകളിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉപ്പയുടെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. ചില മീറ്റിങ്ങുകളിലൊക്കെ പോയാൽ സ്വാഗതം പറയുമ്പോൾ ഒക്കെ സ്വാഗതമൊക്കെ എഴുത്തുകാരനാണെന്നിട്ട് NP മുഹമ്മദിന് സ്വാഗതം പറയുന്നു എന്നാണ് പറയാറുള്ളത്. NP ഹാഫിസ് മുഹമ്മദിന് സ്വാഗതം ചെയ്യേണ്ടുന്ന ആൾ NP മുഹമ്മദിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് അത് ഇപ്പോൾ ഒരു മധുരമായ ഭാരമാണ്. മധുരമായ ഭാരം എന്ന് പറയുന്നതിനർത്ഥം ഉപ്പയെപ്പോലെ എഴുതാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, അത് മലയാളികൾ തീരുമാനിക്കട്ടെ. ഉപ്പയുടെ ധിഷണയുടെ അടുത്തൊരു 7 അയലത്ത് പോലും എത്താൻ സാധിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരികതയെക്കുറിച്ചും സെക്യുലറിസത്തെക്കുറിച്ചും ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചും ഇത്ര ഗഹനമായ എഴുത്തെഴുതിയിട്ടുള്ള സർഗ സാഹിത്യകാരൻ വേറെ ഉണ്ടോ എന്നുള്ള സംശയമാണ്. ഉപ്പയുടെ ആ എഴുത്ത് ഒരു പക്ഷേ എൻ്റെ വഴിയല്ലായിരിക്കാം, സമൂഹശാസ്ത്രമായിരിക്കണം ഞാൻ അവിടെ സ്വീകരിച്ച മാർഗം. സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഓർക്കുന്നത്. 2003 ഉപ്പയുടെ മരണം. മരണത്തിന് ശേഷം ഉപ്പയുടെ എഴുത്തുകളും സാഹിത്യവും ഒക്കെ തന്നെയും വളരെ ആലോചനയോടുകൂടെ സ്പർശിക്കുമ്പോൾ മനസ്സിലാകുന്നത് മലയാളത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാതെ നമ്മൾ പോകുന്ന ഒരു എഴുത്തുകാരനാണ് NP മുഹമ്മദ് എന്നാണ്. വളരെ നന്ദി ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ്. താങ്കളോടുമായിട്ടുള്ള ഇത്രയും നേരത്തെ സംഭാഷണം ഏറെ ഹൃദ്യമായിരുന്നു. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ച ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. വളരെ നേരം ഇങ്ങനെ എന്നെപ്പറ്റിയും ചുറ്റുവട്ടത്തെപ്പറ്റിയും സംസാരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ, ശ്രോതാക്കളോടത് പങ്കിടാൻ സാധിച്ചതിലും ഞാൻ എൻ്റെ നന്ദിയും രേഖപ്പെടുത്തുന്നു. എഴുത്തുകാരനും അധ്യാപകനുമായ ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദുമായി അദ്ദേഹത്തിന്റെ ശിഷ്യനും തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ സോഷ്യോളജി സ്കൂൾ ഡയറക്ടറും കൂടിയായ ഡോക്ടർ KS ഹക്കീം നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കയ്യൊപ്പ്.